ഒരെണ്ണത്തിനെ വാലുമ്പ പിടിച്ച് കാട്ടി തരാട്ടാ എളുപ്പം കണ്ടോ. അപ്പോൾ ഓറഞ്ച് തൈൻ്റെ ആ ഒരു പേടി മാറി. എങ്ങടെ റോട്ടിലേക്ക് കണ്ടോ ഇതാ 16 അടി നീളമുണ്ട്, ഒരു 10 അടി പുറത്തേക്ക് കൊടുക്കണമെങ്കിലും അങ്ങനെയുള്ളവർക്കും ഇതേപോലെ ഒരു ടാങ്ക് പണിത് കഴിഞ്ഞാൽ അത്യാവശ്യം പുറത്തേക്ക്. ഇപ്പോൾ റൊണാൾഡോ വന്നിട്ട് ചീത്തെന്ന് പറയാൻ പാടില്ല. റൊണാൾഡോ മോനെ അയ്യോ എൻ്റെ മറഡോണ മോനെ എന്തൊക്കെ പറയാനുണ്ട്. ഓ ശരി ശരി ഓക്കെ. ആ നമുക്ക് മനസ്സിലായി. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം വായോട്ടാ. ഇനി നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പയറും അതുപോലെ വഴുതിനിങ്ങ തക്കാളിയൊക്കെ പൊട്ടിക്കാനുണ്ട്. അതൊക്കെ പൊട്ടിക്കാട്ടെ. ഇനി നമുക്ക് ഈ മഴയ്ക്ക് തുടങ്ങിയപ്പോഴേ പറയാൻ മാത്രം കുറേ പയർ പൊട്ടിക്കാനൊന്നുമില്ല കേട്ടോ. നമ്മുടേതായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന അത്രയും പയറൊക്കെ ആട്ടോ നമുക്ക് ഉണ്ടായി കിട്ടണുള്ളൂ. പിന്നെ വഴുതിനിങ്ങ പിന്നെ നമുക്ക് കുഴപ്പമില്ല കേട്ടോ. അത് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ 2 കട മാത്രമല്ല, നമുക്ക് അപ്പുറത്തായാലും കുറച്ച് വഴുതിനിങ്ങയ്ക്ക് നിൽക്കുന്നുണ്ട്. അതിനൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. തക്കാളിയല്ല ഭയങ്കര മോശമായിരിക്കുന്നത്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ തക്കാളി കട. ഈ തക്കാളി കട എന്ന് പറയുന്നുണ്ടെങ്കിൽ നിറച്ച് തക്കാളി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നോക്കിയേ പെട്ടെന്ന് കട വാരൂറ് പിടിച്ചു. പിന്നെ കൊമ്പൊക്കെ ഇങ്ങനെ വെയിറ്റ് കൊണ്ട് ഒടിയുകയും ചെയ്തു. അങ്ങനെയാണ് കേട്ടോ ഈ തക്കാളിക്ക് കുഴപ്പം വന്നിട്ടുള്ളത്. എല്ലാതും പഴുത്തു. പിന്നെ അത് മാത്രമല്ല, ഇത് പടരുന്ന തക്കാളിയെ കാരണം ഇത് തല ഒടിയുകയും ചെയ്തു. നന്നായിട്ടുണ്ടാവുന്ന ഒരു തക്കാളി തന്നെയായിരുന്നു, ഞാൻ മുന്നിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ഇനി നമുക്കിടല്ലോ അതാ ഒരു കായക്കൊല പറഞ്ഞാൽ വാഴ ഒടിഞ്ഞതാണ്. അപ്പം അത് വെട്ടിയൊക്കെ വേണ്ട കേട്ടാ. ഇത്രയും സാധനങ്ങളായിട്ടാണ് നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ ഇന്ന് പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കുറ്റിപ്പട്ടാളങ്ങളുണ്ടല്ലോ, നമ്മൾ രാത്രിയിലാട്ടോ നമുക്ക് എടുക്കുന്ന സ്ഥലമൊക്കെ വൃത്തിയാക്കിയിടുക. അപ്പോൾ അതേപോലെ വൃത്തിയാക്കി ഇട്ടിട്ടുള്ള ഈ ഒരു സ്ഥലമാണ് ഇത്. ഇനി നമ്മൾ ഇപ്പോൾ ഒരഴിച്ച് വിട്ട് രാത്രി ആകുമ്പോഴേക്കും നോക്കിക്കോളൂ കേട്ടോ. അവിടെ ആകാലം കൊലാക്കിയിട്ടുണ്ടാവും. ഇതാ കൂട്ടിന്ന് വിടാനുള്ള തിരക്കുകളാണ് കാണിക്കുന്നത്. കുറച്ച് ചാക്കൊക്കെ നമ്മൾ പിരിച്ചിട്ട് കൊടുക്കുക എടുക്കുന്നില്ല. എന്താടാ നമ്മുടെ എനക്കിവിടെ കാണിക്ക് തുടങ്ങുന്നേ. ഓ കരയാണ്ടിരിക്കടാ. കരയണ്ട. ഓ സങ്കടായോ വാ. ചെല്ലേ പോയി അപ്പിക്കിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വാ കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് വായിട്ട്. ഓ എൻ്റെ മറഡോണ മോനെ എന്തൊക്കെ പറയാനുണ്ട്. ഓ ശരി ഓക്കെ. ആ നമുക്ക് മനസ്സിലായി. ഇന്നലെ രാത്രിയിൽ നടന്ന കാര്യങ്ങളല്ല എല്ലാം മനസ്സിലായിട്ട് കേട്ടോ. ആ ശരി. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫിഷ് ടാങ്കിൻ്റെ കാര്യങ്ങൾ പറയാമെന്ന് പണ്ടായിരുന്നു. അപ്പോൾ അത് പറ്റിയില്ല.
അപ്പോൾ ഇപ്പോഴും ഇന്ന് ഞാൻ രാവിലെ തന്നെ കുറച്ച് മുന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് തുറന്നിട്ടു. ഏതാണ്ട് പകുതിയോളം വെള്ളം വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിലേ നമ്മുടെ ഈ ടാങ്കിൻ്റെ മുകളിലുള്ള ഈ ചട്ടികളൊക്കെ നീക്കി വയ്ക്കണം വേഗം. പിന്നെ അത് മാത്രമല്ല കുട്ടിപ്പട്ടാളങ്ങൾ നിൽക്കണ്ട, ഞാനിത് അങ്ങോട്ട് അങ്ങോട്ട് കടന്നാൽ ഇവരിവിടെ തുടങ്ങും അങ്ങോട്ട് കരച്ചില്. അത് കാരണം ഞാനിവിടെ നിൽക്കുമ്പോൾ അവർക്ക് കുഴപ്പമില്ല, എൻ്റെ പോലെ തന്നെ അങ്ങോട്ട് നോക്കിക്കാൻ അവരും തയ്യാറാണ്. അതല്ലേ ഞാൻ അങ്ങോട്ട് കടന്നാൽ അവർക്ക് വേണം, അതാണ് സ്വഭാവം. അപ്പോൾ ഈ ചട്ടികളൊക്കെ വേഗം ഇറക്കി വയ്ക്കട്ടെ. അപ്പോഴേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വെള്ളം വറ്റും. ആരാ അമ്മയുടെ കുട്ടികൾ ചട്ടികൾ പിടിക്കുന്നുണ്ടോ? അമ്മയുടെ കുട്ടികൾക്ക് പറ്റുമോ ചട്ടികളൊക്കെ ഇറക്കി വെക്കുക? ചട്ടികളിലത്തെ ചെടികളൊന്നും വലിച്ച് കളിയിരിക്കോട്ടാ. എൻ്റെ കുട്ടികൾക്ക് കളിക്കാനുള്ളതല്ല കേട്ടാ, ഇതൊന്ന് ഇറക്കി വെക്കുന്നതാണേ. മുള്ളൊക്കെയുള്ള ചെടിയാണ്. ഇത് കണ്ടിട്ടുണ്ടെങ്കിലേ നമ്മുടെ ഈ ചെടിച്ചട്ടിയുമ്പോൾ എനിക്ക് തൊടാൻ പറ്റിയിട്ടില്ല കേട്ടാ. ഇതുമേ ഒരു കടന്നൽ കൂടുണ്ട്. നമ്മൾ ഈ ഉണങ്ങിയ ഇലകൾ കളയാന്ന് വെച്ചിട്ട് വരും. പക്ഷേ കടന്നൽ എപ്പോഴും പറക്കുന്നുണ്ട്. കാരണം ഈ ചട്ടീന് ഇപ്പോഴും ഞാൻ തോന്നുന്നില്ല. എന്നും ഒരു ദിവസം ഇതേപോലെ കടന്നൽ കൂട് വന്നപ്പോൾ ഈ രൂത്തായിട്ട് കടന്നൽ കൂട് നമുക്ക് കാണാം. ഇതേ നിറച്ച് പൊതിഞ്ഞിരിക്കുകയാണ്, പറക്കണമുണ്ട്. അപ്പോൾ അത് എനിക്കണേ ഇല്ല. അപ്പോൾ ഈ ഒരു സൈഡിലത്തെ ചട്ടികളൊന്നും ഇറക്കണില്ലേ. നമുക്ക് സെൻറ്ററിൽ ഇറങ്ങാനുള്ള 3 പോർഷനായിട്ടാണ് നമ്മൾ തിരിച്ചിട്ട് പോകണത് മറ്റേ ഗ്രില്ല്. അപ്പോൾ അതിലത്തെ സെൻറ്ററിലുള്ളത് മാത്രം നമുക്ക് നീക്കാൻ മതി. അപ്പോൾ അവിടെയുള്ള ചട്ടികൾ മാത്രം നമ്മൾ നീക്കണുള്ളൂ കേട്ടോ. കുട്ടികളെ, എൻ്റെ ചട്ടികളിലെ ചെടികളൊന്നും നശിപ്പിക്കരിക്കോട്ടാ. താഴേക്ക് ഇറക്കി വെക്കുന്നത്. നീ എന്തൊരു ചട്ടിയുള്ളിൽ പിറങ്ങാൻ നിൽക്കണേ. നമ്മൾ ഫിഷ് ടാങ്ക് വൃത്തിയാക്കി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ മുകളിലിരിക്കുന്ന ചട്ടികൾക്കൊക്കെ ഒരു തീരുമാനമാക്കുക. അപ്പോൾ ഇവര് വലിപ്പം കൊണ്ടല്ലേ ഉള്ളൂ, അവർക്ക് അത്രയും പ്രായമായിട്ടില്ലല്ലോ, 3 മാസമല്ലേ ആയിട്ടുള്ളൂ. വലിപ്പമുണ്ട് ആൾക്കാർ, പക്ഷേ എന്താ പറയുക, ബുദ്ധിക്കൊന്നും അത്ര വളർച്ച വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവർക്ക്. പക്ഷേ അടുത്ത ചെടിയൊക്കെ നശിപ്പിക്കുക ഓടാ ചെയ്യല്ലടാ. അതെ എന്തോ ഒരു ഉറുമ്പിട്ട് അത് കടിച്ചേനെ. ഇപ്പോൾ വേഗം ചാടി എണീറ്റത് കാട്ടും. അപ്പം നമ്മുടെ ഇതിലത്തെ വെള്ളം വറ്റാൻ കുറച്ചുകൂടി സമയം എടുക്കൂട്ടാ. അപ്പം ഞാൻ നമ്മുടെ ഓറഞ്ച് തൈ കാട്ടിയതായിട്ട് അത് വലിച്ച് കെട്ടി. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയല്ല, നന്നായിട്ട് ഉയർന്നു വന്നു. അത് കാണിച്ചു തരാം ഞാൻ. എന്തേ പ്ലാറ്റിനി മോനെ, കിടന്നോ എന്താ അമ്മേരെ കൂടെ കളിയൊക്കെ നിർത്തിയോ? അപ്പം നമ്മുടെ ഓറഞ്ച് ഇട്ടാന്ന് നോക്കിയേ, റോഡിൻ്റെ പകുതിക്കായിട്ട് നിൽക്കലായിരുന്നു ഓറഞ്ച്. അത് ഉയർത്തി കെട്ടിയപ്പോൾ നോക്കിയേ ശരിക്കും മുകളിലേക്ക് പോയി. അത് മാത്രമല്ല ഓറഞ്ചൊക്കെ ഇപ്പോൾ കാണാനും ഒരു ഭംഗിയുണ്ട്. മറ്റത് തൂങ്ങി കിടക്കണ പോലെയായിരുന്നു. അപ്പോൾ ഓറഞ്ച് തൈൻ്റെ ആ ഒരു പേടി മാറി. കടപ്പുഴയ്ക്ക് വീഴാവോ എന്നുള്ളൊരു പേടിയൊക്കെയായിരുന്നു. പക്ഷെ കുറച്ച് നമുക്ക് ഉയർത്തി കെട്ടിയപ്പോൾ അതങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടാ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിലേ നമ്മുടെ സിംപുട്ടനെ ഒന്ന് പുറത്തേക്ക് ഇറക്കണം കുറച്ച് നേരം. അപ്പോൾ അവനെ ഈ കൊണ്ടുവന്ന് ഞാൻ ഈ പുല്ലിൽ ഇവിടെ ഇടാറ് കുറച്ച് നേരം. അപ്പോൾ അവനെ കൊണ്ട് എടുത്തിട്ട് വറ്റഞ്ഞ്. വയ്യോ പോവാ നമുക്ക്. ഓടി വയ്യോ. ആള് സ്പീഡിൽ നമ്മളേക്കാളും മുന്നിറങ്ങൂട്ടായി. ഞാനൊന്ന് സ്റ്റെപ്പ് ആദ്യം ഇറങ്ങട്ടെ, അല്ലെങ്കിൽ എന്നെ അവൻ തട്ടിയിടും. കണ്ടോ, നല്ല സ്പീഡിൽ നമ്മുടെ ഒപ്പത്തിന് അവൻ ഇറങ്ങി വേഗം പോവും പുറത്തേക്ക്. അതവനറിയാമല്ലോ പോണ വഴി. മാറി നിൽക്കണേ. ആൾക്ക് ഇവിടെയാണ് നമ്മൾ അവനെ ഇറക്കാൻ പറ്റുള്ളൂ. കാരണം ബാക്കിലൊന്നും തീരെ ഇറക്കാൻ പറ്റില്ല. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ കയ്യിൽ കിട്ടി അവൻ അപ്പം തീരുമാനമാക്കും. ഞാൻ കുട്ടിപ്പട്ടാളങ്ങൾ കുഞ്ഞിരായിരിക്കുമ്പോൾ തന്നെ ഇവൻ അവിടെ കൂട്ടത്തിൽ കൊണ്ടിട്ടതാണ്. പക്ഷെ അടുക്കണേ ഇല്ല. ഇവൻ അവരെ കാണുമ്പോഴേക്കും ഇങ്ങനെ മാന്താൻ നിൽക്കുക. അല്ലും സിമ്പിയും അടുക്കില്ല, കുട്ടിപ്പട്ടാളങ്ങൾ സിമ്പി അടക്കില്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും അടുക്കാൻ ഇഷ്ടമല്ല. ഇവൻ പിന്നെ ഇങ്ങനെ കുറച്ച് നേരം കൂടെ മണപ്പിച്ച് അങ്ങനെ നിന്ന് അങ്ങനെ കുറച്ച് നേരമൊക്കെ നടക്കും. പക്ഷേ നമുക്ക് ഇവരെ വിട്ടിട്ട് പുറത്തു പോകാൻ പറ്റില്ല. കാരണം ഇവനൊരു ലക്ഷ്യമില്ലാണ്ട് ഓടും. തിരിച്ച് വീട്ടിലേക്ക് വരാൻ അറിയില്ല. ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും ആൾ. അപ്പോൾ ഇവനെ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവനെ നോക്കിക്കൊണ്ടേയിരിക്കണം. സിമ്പുട്ടാ ഓടി നടക്കട്ടെ. ഭയങ്കര മടിയാട്ടാ അവനങ്ങനെ. നമ്മൾ നിൽക്കുമ്പോൾ ഓടുന്നില്ല. നമ്മുടെ കണ്ണൊക്കെ എങ്കിലും തെറ്റിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ ഓട്ടാണ്. അങ്ങനത്തെ ഒരു സ്വഭാവം അവനുള്ളത്. അതുവരെ അവൻ നല്ല മാന്യനായ കുട്ടിയായിട്ടിരിക്കും. സുന്ദരേ, സിമ്പുട്ടേ, സിമ്പുട്ടേ ഇങ്ങോട്ട് വാടാ.
ഇങ്ങനെ നമ്മളെങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യ ആൾക്ക്. അപ്പോൾ തന്നെ ആൾ നമ്മൾ എന്താ പറയുക മടിയാണല്ലോ. അപ്പോൾ അത് ഇഷ്ടമല്ല നമ്മളങ്ങനെ പിടിക്കണതോ വലിക്കണതോ ഒന്നും. ആളുടെ ഇഷ്ടത്തിന് മാത്രം. വാ ഇവിടെ ഇരിക്കുക, ഞാൻ കുറച്ച് നേരം കേട്ടോ, നീ കളിക്ക്. എങ്ങടെ റോട്ടിലേക്ക് കണ്ടോ, ഇതാണ് കുഴപ്പം. ഇത്രയും സ്ഥലം എടുക്കുമ്പോൾ അതൊന്നുമില്ല, എങ്ങനെ പോകണം അവന് പങ്ങി പങ്ങി. നമ്മുടെ കുട്ടി പട്ടാളങ്ങളൊക്കെ ഇങ്ങനെ അയച്ചു വിടണല്ലേ, അപ്പോൾ അവരെ മണക്കും കിട്ടണ്ടേ, അതിന് ഇങ്ങനെ മണപ്പിച്ചുകൊണ്ടിരിക്കണേ. പിന്നെ നമ്മുടെ റംബുട്ടാൻ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി പഴുക്കാൻ വേണ്ടി നിൽക്കണില്ല കേട്ടോ, ഒരുവിധം കളറാകുമ്പോൾ പൊട്ടിക്കുകയാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ ഷോർട്ട് വീഡിയോ ആയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു, അതിൽ നമ്മൾ റംബുട്ടാൻ പൊട്ടിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് പഴുക്കാൻ നിന്നാൽ എന്തായാലും നമുക്ക് കഴിക്കൊന്നും കിട്ടാത്ത കാരണം ഒരുവിധം ഇതേപോലൊരു കളറാകുമ്പോൾ തന്നെ നമ്മൾ പൊട്ടിച്ചെടുക്കാട്ടോ ചെയ്യണത്. നന്നായിട്ട് ഉണ്ടായിട്ടാ നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടാവാത്തൊരു കുറവുണ്ടായിട്ടില്ല. ഇതിപ്പോൾ ശരിക്കും ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടായി, ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഫസ്റ്റ് ട്രിപ്പിൽ നമുക്ക് ഒന്നും കാര്യമായിട്ടൊന്നും അങ്ങനെ പൊട്ടിക്കാനൊന്നും കിട്ടിയില്ല, ഒക്കെ ഇങ്ങനെ കിളികളും പിന്നെ കുറേ കൊഴിഞ്ഞൊക്കെ ആയിട്ട് പോവുകയാണ് ചെയ്തത്. ഈ പ്രാവശ്യം പക്ഷെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പൊട്ടിക്കാനൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ മുളക് ഇവർക്കൊന്നും ഓറ് പിടിച്ചൊന്നുമില്ല കേട്ടോ. ഇവർ മാക്സിമം എന്താ പറയുക പേടി, എല്ലാ വട്ടം മഴക്കാലത്ത് നമുക്ക് എല്ലാം ഉറപ്പിടിച്ച് പോകാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നട്ട മുളക് പക്ഷേ നല്ല മുളകിന് മാത്രം വലിയ ആരോഗ്യക്കുറവൊന്നും തോന്നുന്നില്ല, നല്ല ഉഷാറിൽ നിൽക്കുന്നുണ്ട്. തക്കാളി തൈകൾക്ക് പക്ഷേ ഭയങ്കര മോശമായിട്ട്, അത് ഞാൻ കാട്ടിത്തരാം. അവർക്ക് പെട്ടെന്ന് ഉറപ്പിടിച്ചു, കാരണം തക്കാളിയുടെ തണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം പിടിക്കുമല്ലോ, വെള്ളമുള്ള തണ്ടല്ലേ, അത് കാരണം തക്കാളി തൈ നമുക്ക് ഈ വട്ടം ഉണ്ടായി കിട്ടും ഇത്തിരി ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി. പിന്നെ നമ്മുടെ ചീരകൾ കേട്ടോ, ഈ ചീര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പല വട്ടം അരിയണത് കാണിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴും ഈ ചീരയ്ക്കുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കതിര് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ മഴക്കാലം തുടങ്ങിയത് കൊണ്ട് മാത്രം നമുക്കറിയാമല്ലോ, മഴക്കാലം വരുമ്പോൾ ചീരകൾക്ക് സാധാരണ വരുന്നതാണ് ഇലയുമൊക്കെ നിറച്ച് കുത്തുകളും ഉള്ള കാര്യങ്ങൾ. അങ്ങനത്തെ വന്നൊന്നല്ലാതെ ഇവർക്ക് കതിരേ വന്നിട്ടില്ല. ശരിക്കും നമുക്ക് മഴക്കാലം അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക പെട്ടെന്ന് കതിര് വരാത്ത ഒരു ചുവപ്പ് ചീര തൈ കൂടി നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തക്കാളി തൈയൊക്കെ നമ്മളിവിടെ നട്ടിട്ടുണ്ട്, കുറച്ച് പേരൊക്കെ പിടിച്ച് കിട്ടുന്നുണ്ട്, കുറച്ച് പേരൊക്കെ ചെറുതായിട്ട് വാട്ടൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ നടണയിൽ ഒരു കുറവും വരത്തില്ല, ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കും. കാരണം അപ്പം എന്തായാലും ഒരു 10-12 എണ്ണമൊക്കെ നട്ട് കഴിഞ്ഞാൽ ഒരു 5-6 എണ്ണമെങ്കിലും നമുക്ക് പിടിച്ച് കിട്ടും, നമ്മുടെ ആവശ്യത്തിന് പൊട്ടിക്കാനുള്ളതൊക്കെ കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ നല്ല പണിയിലാക്കണ്ട, അവർക്ക് ബീഫിൻ്റെ അല്ലേ ഇതേപോലത്തെ ഇതെങ്ങനെയാണെങ്കിൽ നമ്മൾ വേവിച്ചിട്ട് ഉണക്കിയെടുത്തു, എന്നിട്ടാട്ടോ അവർക്ക് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കുറേ നേരം കടിച്ച് വലിച്ചിരിക്കും. പിന്നെ അമ്മ വരുമ്പോൾ അമ്മേരെ കൂടെ കിടന്ന് ഓടി നടക്കും. ബെൽറ്റ് ഉണ്ടല്ലോ, നമ്മുടെ എല്ലാവരും പറയുന്നത് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ബെൽറ്റ് മേടിച്ച് കൊടുക്കാൻ. നമ്മളൊരു ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീഡിയോ കൂടി പിടിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോഴേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കടിച്ച് വലിച്ചിട്ട് ഇവർ പൊട്ടിക്കുക. അതായത് ഇപ്പോൾ ഇത് വീണ്ടും മേടിച്ച് വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കണം ഇനി ഒന്നും കൂടി. നോക്കി പേളിക്കുട്ടിയുടെ കളി നോക്ക്, മോൻ്റെ വായൊരു എല്ലുണ്ട് കേട്ടാ, എല്ല് കിട്ടാൻ വേണ്ടിയിട്ട് അവള് കളിക്കലാണ് അവരുടെ ഇതേ. അവള് ലാസ്റ്റ് ഒരു എല്ലെടുത്തതാ പോകുന്നുണ്ട്, ഒതുങ്ങിയൊരു ഭാഗത്തിരിക്കുക. അതിൻ്റെ പിന്നാലെ നോക്കി നമ്മുടെ മെസ്സിക്കൂട്ടെ, നമ്മുടെ റൊണാൾഡോ. അമ്മ എല്ലാം ഒരു നിലയ്ക്ക് വായന്ന് വിടണില്ല കേട്ടാ, അത് കടിച്ചു പിടിച്ചുകൊണ്ട് നടക്കുക. ഇത് പടുത്താളെത്തി. ഇവരെ കളി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും കേട്ടാ.
കല്യാണി കുട്ടിക്ക് നോക്കിയേ, പഴയ പോലെയല്ല, അവൾക്ക് നല്ല സാമർത്ഥ്യാട്ടാ. കണ്ടതേ നോക്കിയേ, നമ്മുടെ പ്ലാറ്റിൻ്റെ അടുത്താണ് ഇടയ്ക്കിടയ്ക്ക് തല്ലിടാൻ വേണ്ടി പോയി നോക്കിക്കണതാണ്. എന്താ നോക്കിയേ കല്യാണിക്കുട്ടി, കല്യാണിക്കുട്ടി നോക്കി. കല്യാണിക്കുട്ടി ഇവളാണ് ഇപ്പൊ എല്ലാവരേക്കാളും മേട്ട. കല്യാണിക്ക് അടി കിട്ടും. പേളിക്കുട്ടിക്ക് ഒരു തൊയിലും കൊടുക്കില്ലാണ്ട് അതേനാ പേളിക്കുട്ടിയുടെ ചുറ്റും കൂടി വായമീൻ ചുറ്റും പിടിച്ചത് ഇങ്ങനെ നിൽക്കും അവര്. ഈ വട്ടട്ട് ഓടി കളിക്കന്നെ, അമ്മേനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് ഓടിക്കുക അവര്. കുറേ കഴിയുമ്പോൾ ഞാൻ പേളിക്കുട്ടിയോട് പറയാം വേഗം പൊക്കോട്ടാന്ന് ഇവരടേന്ന്. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനും അതേപോലെ തന്നെ ബർത്ത്ഡേ വിഷയം ഉണ്ട് കേട്ടാ. ഉഷാനാരായണൻ്റെ മകൾ പാർവതിയുടെ ബർത്ത്ഡേ ആയിരുന്നു ജൂൺ 30. പക്ഷെ നമുക്ക് അന്ന് വിഷയം പറ്റിയില്ല. അപ്പോൾ കുറച്ച് വൈകിട്ടായാലും ആൻറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ പാർവതി കുട്ടി. റീന ജോണിയുടെ സഹോദരൻ്റെ മകൻ റാബിയോ റിച്ചുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജൂൺ 27. അപ്പോൾ ജൂൺ 27 ഹാപ്പി ബർത്ത്ഡേ ആഘോഷിച്ച റാബിയോ റിച്ചുവിന് ആൻറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ. സരിത ഉണ്ണിയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ്റെ ബർത്ത്ഡേ ആണ് ജൂലൈ 6. അപ്പോൾ ജൂലൈ 6 ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഉണ്ണികൃഷ്ണന് അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ. ഇനി നമുക്ക് ഹായ് പറയാം കേട്ടോ. ആദ്യ ചേച്ചിമാരോടാണ് നമ്മൾ ഹായ് പറയണേ. ജയ ശാന്തിനി, ഹായ് ജയേച്ചി. ശ്രീദേവി അമ്മ, ഹായ് അമ്മ. സ്വപ്ന മധുവിൻ്റെ മക്കളാണ് ഹരിശങ്കറും ഗിരിശങ്കറും. അപ്പോൾ 2 പേർക്കും ഹായ്. സുരേഷ് ബാബു അബുദാബി, ഹായ് സുരേഷ്. ചിത്ര കാൾട്ടൻ, ഹായ് ചിത്രേച്ചി. ഇനി നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ. അയ്യോട്ടാ, നമ്മുടെ വീഡിയോയിലുണ്ടല്ലോ നമ്മൾ ക്യാപ്ഷൻ എഴുതണത് നമ്മൾ മലയാളത്തിലാണ് എഴുതണേ, പക്ഷെ അത് ഇംഗ്ലീഷിലാണ് നമുക്ക് കാണാൻ കഴിയണത്. അതെന്തുകൊണ്ടാണ് നമുക്ക് അറിയണില്ല കേട്ടോ. അപ്പോൾ നമ്മളത് അന്വേഷിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ വരുന്നതെന്നുള്ളതൊക്കെ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെങ്കിൽ, ഞാൻ ഇടയ്ക്ക് പോസ്റ്റ് ഇടാറുണ്ട്. കിഷ്മ അപ്പുമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൻ്റെ പോസ്റ്റാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ അപ്പു എന്ന് പറയുന്നത് ആരാണെങ്കിൽ, ഞാൻ നമ്മുടെ കല്യാണ വീഡിയോയിൽ വെള്ളസാരി എടുത്ത പെൺകുട്ടി ആരാന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഒരു 3-4 വർഷം കഴിയുമ്പോൾ എൻ്റെ മകളായിട്ട് വരുന്ന കുട്ടിയായിട്ടോ. അപ്പോൾ അവൾ ചെറിയ രീതിയിൽ ഞാൻ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവൾ ചെറുതായിട്ടൊരു ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അവളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇടയ്ക്ക് പോസ്റ്റൊക്കെ ഇടുന്നത്. ചെറിയ രീതിയിൽ അവളൊന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ടാങ്കിലത്തെ വെള്ളമൊക്കെ വറ്റി മീനുകളൊക്കെ പെടഞ്ഞു തുടങ്ങിയിട്ടാ. അപ്പോൾ നമ്മൾ ടാങ്ക് വൃത്തിയാക്കാൻ പോവാട്ടാ. നല്ല വെയിറ്റ് ഉണ്ട് ഇതിന് മുകളിൽ വെച്ചിട്ടുള്ള ഈ കമ്പി. മതി ലേറ്റ് എടുത്തറ്റാ. ഷായിട്ട് ഇപ്പുറത്തോടെ വന്ന് കയറല്ലേ. ഇത് ഇരിപ്പങ്ങടെ തീരെ ശരിയല്ല. ആറിന പോലെയുണ്ടേ. കുഴപ്പമില്ല. എന്താ അവിടെ കുട്ടുപട്ടാളങ്ങളെ ബഹളായിട്ട് അവിടെ ഇറക്കണേ. അതൊക്കെ അവിടെ എന്തോ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര വഴുക്കലുണ്ടാവും കേട്ടാ. നന്നായിട്ട് നന്നായി ശ്രദ്ധിച്ച് തന്നെ പിടിച്ചു നിൽക്കണം നമ്മള്. മീനുകളൊക്കെ ഒരു ഭാഗത്തേക്ക് അറ്റത്ത് പോയിട്ട് അടിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ അവര്. കൈ കൊണ്ട് പിടിക്കില്ല ഞാൻ. ബ്രഷ് ഞാൻ ഇടിച്ചാ ഷൈട്ടേ. ബക്കറ്റും ബ്രഷ് ഇപ്പൊ വേണ്ടല്ലോ. ബ്രഷ് വേണ്ട, ഞാൻ കരടുണ്ട്. നമ്മൾ ഈ നെറ്റ് ഇട്ടുണ്ടെങ്കിലും കൂടിയിട്ട് കാറ്റത്ത് ഈ മാവുമ്പത്തെ ഇലകൾ ഇതിനുള്ളിൽ കൂടെ കൊഴിയൂട്ടാ. കാരണം നോക്കി അത്യാവശ്യം ഒരു ഗ്യാപ്പ് ഉണ്ട് നമ്മളെ നെറ്റിന് കണ്ട. അപ്പോൾ എന്താ പറയുക, കൊഴിയും. അങ്ങനെയാണ് ഇതിനുള്ളിലേക്ക് ചവറ് കൊഴിയുന്നത്. നമ്മൾ ആഴ്ചയിൽ നിന്ന് പറഞ്ഞ പോലെ വൃത്തിയാക്കണ കാരണം കുഴപ്പമില്ല. അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് നാശവും. കണ്ട മീനുകളൊക്കെ അറ്റത്ത് അടിഞ്ഞിരിക്കുക പോയിട്ട്. ഒന്നും കൂടി ഒന്ന് വെള്ളം എന്താ പറയുക വൃത്തിയാക്കി കഴിയുമ്പോൾ നന്നായിട്ട് കാണാൻ പറ്റൂട്ടാ.
ഇവരെ മുള്ളു കുത്താണ്ട് നോക്കണല്ലോ രസമായിട്ടാ മുള്ള്. അതെ നമ്മളിപ്പോ 2-3 ആഴ്ച മുമ്പാണ് ഒരു ബക്കറ്റിൽ നിന്നിട്ടതാ. ആ വലിയ പിലോപ്പികളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഈ ടാങ്കില് ഉള്ള മീൻ എന്ന് പറയുന്നത് നമ്മുടെ വാള, പിലോപ്പി, ബ്രാല് ഇതൊക്കെ ആട്ടോ. ആദ്യം നട്ടറുണ്ടായിരുന്നു, ഇപ്പൊ നട്ടറില്ല. നട്ടറിനൊക്കെ നമ്മളെ നല്ല വലിപ്പം വന്നപ്പോൾ നമ്മളതൊക്കെ പിടിച്ചു. കഴിഞ്ഞ ചേട്ടാ ഒരു പൈപ്പയിൽ വീണെടുക്കുന്നുണ്ട് ചേട്ടാ. ഇന്നാളെ എൻ്റെ കയ്യിൽ നിന്ന് വീണത്. ബ്രഷ് കട്ടിക്കോട്ടെ, ബ്രഷ്. കുട്ടി പട്ടാളങ്ങൾക്ക് ഒന്നൊരു ശല്യത്തിന് വരില്ലാട്ട് ചേട്ടാ. എല്ലാവരും അവിടെ ഇവിടെ ഒതുങ്ങിയിട്ട് നോക്കുക. ഞാൻ നമ്മുടെ ആ വലയെടുത്തേ ഒരു മീനെ കാട്ടിത്തരാം. ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വലയാട്ടാ, പേടിച്ചിട്ടുള്ളതൊന്നല്ല. നമ്മളെല്ലാം ഒരു കമ്പിയൊക്കെ ആക്കി നമ്മുടെ സൗകര്യത്തിന് പിടിക്കേണ്ട രീതിയിൽ. കൈ കൊണ്ട് പിടിക്കാൻ പേടിയാ, മുള്ളുണ്ടേ. കാരണം വാളിക്ക് നന്നായി മുള്ളില്ലേ. കിട്ടണില്ല, എനിക്ക് കേറണില്ല. അങ്ങനെ കണ്ടാ ചേട്ടാ വലുതുകളൊന്നും കയറിയിട്ടില്ല ചേട്ടാ. ഞാൻ വലുതുകൾ കാട്ടിത്തരാം. വലുതുകളാണ് നീങ്ങി പോവാ. ഇതിന് പിന്നെ നമുക്ക് കൈയോട് തീരെ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ചേട്ടൻ ആദ്യം ഇതേപോലെ കൈയോട് പിടിക്കാൻ നോക്കിയിട്ടേ കൈ മുള്ളു കുത്തിയിട്ട് എന്തോരം ബ്ലഡാ പോയി അറിയോ. അതേ പിന്നെ കൈ കൊണ്ടുള്ള പിടുത്തം കുറച്ച്. അയ്യോ ചാടി 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 കേട്ടാ. നല്ല വലുപ്പുള്ള മീനുകളാട്ടാ ചാടി. ഇവിടെ ഒരാൾ നോക്കി ഇതൊക്കെ നല്ല വലിപ്പുള്ള മീനാട്ടാ, വലിയ മീനാ. എന്റെ കൈ എത്രയുള്ളോ വേണ്ട. നല്ല വലിപ്പം. അവിടെ ഒക്കെ ഇങ്ങനെ കിടക്ക. നമുക്ക് മീൻ പിടിക്കാൻ തുടങ്ങിയാൽ എത്ര പിടിച്ചാലും കഴിയാത്ത പോലെ അതിൽ വരിക. ഇതിപ്പോ ഇവര് മുക്കില്, അതേപോലെ എപ്പുറത്തത് ആ മുക്കില് അവിടെ ഒക്കെ ഇട്ട് കൂടി കൂടി കിടക്കുക. ഇവര് ഒരു സരുവത്ത് കൂടി കിടക്കുമ്പോൾ ചേട്ടാ നമുക്ക് ഒക്കെ അങ്ങനെ അടാട പോലെ മോള് അതൊക്കെ ബ്രാലിന്റെ വലിപ്പം നോക്കിയേ കണ്ടോ. ഇത് ബ്രാലാട്ടാ. ഓ കിട്ടിയില്ല ബ്രാലിനൊന്നും പിടിക്കാനേ കിട്ടില്ല. അതേ പോയിരുന്നു. വേണ്ട ചേട്ടാ. നമ്മളേ വെള്ളം കുറഞ്ഞിട്ടാണ് ഇവരിങ്ങനെ ചത്തോണ കിടക്കണേട്ടാ. വെള്ളം വച്ചിട്ടെങ്കിൽ ഒക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ അട്ട പോലെ കിടക്കണം. മുകളിൽ കയറിയിട്ട് ഇങ്ങനെ ഒതുങ്ങിയോണം കിടക്കണേട്ടാ. പിന്നെ നല്ല വലിപ്പുള്ള മീനുകളായിട്ട് ശരിക്കും നമ്മുടേക്ക്. ഇതൊക്കെയും ചത്ത പോലെ കിടക്കണത് വെള്ളം കുറഞ്ഞ കാരണം. വെള്ളം വരുമ്പോൾ അവരൊക്കെ ജാതി ഉഷാറാവും. ഒക്കെ കണ്ട അവിടെ ഇവിടെ ഇങ്ങനെ പരന്നോണം കിടക്കണ. ഇവിടെ ഈ സൈഡ് കരയിലേക്ക് കയറി കിടക്കണ പോലെ കിടക്കണേ അവിടെ ഇവിടെ കേട്ട്. ശരിക്കും നല്ല വീതി. കൈ വെക്കുമ്പോഴല്ല ചേട്ടാ ശരിക്കും വലിപ്പം മനസ്സിലാവണേ. നല്ല വലിപ്പുള്ള വാളകളാ. പിലോപ്പിയില്ല ചേട്ടാ, നല്ല വലിപ്പുണ്ട്. പിലോപ്പികളൊക്കെ ഇങ്ങനെ ആ ഒരു ഭാഗത്ത് ഒതുങ്ങിയോളം കിടക്കുക. എല്ലാവരും കൂടി പോയിട്ട് ഒരു അറ്റത്ത് തന്നെ. ശരിക്കും നമുക്ക് ഇതിലെ മീൻ പിടിക്കാൻ തുടങ്ങി പിടിച്ച് നമുക്ക് വയ്യാണ്ടാവുന്നല്ലാതെ മീൻ കഴിയാറില്ല ചേട്ടാ. അത്ര മീൻ നമുക്ക് ഈ ടാങ്കിൽ ഉണ്ടാവാറുണ്ട്. അതും എന്താ പറയുക, പലവട്ടം ഞങ്ങൾക്ക് ഉള്ളതാ. കുറേ ഞങ്ങൾ പിടിച്ച് കൊടുക്കാറുണ്ട് നമ്മൾ. പക്ഷെ വീട്ടാവശ്യത്തിനൊന്നും ഉപയോഗിക്കാറൊന്നുമില്ല ചേട്ടാ. ഇവിടെ മക്കൾക്കൊന്നും വീട്ടിലത്തെ കോഴി, താറാവ്, മീൻ ഒന്നും കൊല്ലാനുള്ളതൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ആയി പിന്നെ ഞങ്ങളത് ഉപയോഗിക്കാണ്ടായി. പക്ഷെ നമ്മൾ കസിൻസൊക്കെ ആരെങ്കിലും അത്യാവശ്യക്കാരൊക്കെ ഒന്ന് വേണ്ടി വന്ന ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മളിങ്ങനെ കൊടുക്കാറുണ്ട് വെച്ച്. നല്ല ആകാശം. നമ്മൾ ഈ ടാങ്ക് മേടിച്ചപ്പോൾ ഫസ്റ്റ് ഒരൊറ്റ പ്രാവശ്യം മീൻ ഇട്ടിട്ടുള്ളൂ. അവരിങ്ങനെ പെറ്റ് പെരുകി വലുതാവും തോറും നമ്മൾ അത് വലിയതിനൊക്കെ പിടിച്ചു കൊടുക്കും. ബാക്കി ഇങ്ങനെ പെറ്റ് പെരുകി ഉണ്ടായിട്ടുള്ളതാണ്.
ഒറ്റ വട്ടം മേടിച്ചിട്ടുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കിട്ടണമെങ്കിൽ 365 ദിവസം നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് മീൻ കിട്ടും. അത് മാത്രമല്ല, അത്യാവശ്യം നമുക്ക് കൊടുക്കണോ അതിനും പറ്റും. ഞങ്ങളിപ്പോൾ കൊടുക്കാത്ത കാരണമായിട്ടോ സ്ഥിരം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനും പറ്റും. അതേപോലെ ഉണ്ടാവും. അമ്മ ഓട്ടൊന്നും കൂടെ കേട്ടാ. ഞാൻ കലക്ക് വെള്ളം പൊക്കോളേ. അടിക്കാം. നമ്മളിതിലേക്ക് കുറേ നേരം ഇങ്ങനെ മോട്ടർ അടിക്കൂട്ടോ ആദ്യം. എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും ബ്രഷ് കൊണ്ട്. അപ്പം എങ്ങനെയാണെങ്കിൽ ഈ അഴുക്ക് വെള്ളം വേഗം വേഗം പോയി കിട്ടും. ഇതിലിങ്ങനെ കാണുന്ന വലുപ്പം തോന്നിക്കില്ല മീനെ ഇതിലോ. നമ്മൾ നേരിട്ട് കാണുന്ന വലിപ്പം ഞാനേ പിടിച്ച് കാണിക്കാന്ന് വെച്ചാലേ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പിടിച്ച് കാട്ടി ഒറ്റ ചാട്ടം ചാട്ടിയിട്ട് ഇങ്ങനെ വീണത് ഞാൻ കാര്യം പിടിക്കുക. ശരിക്കും ഇത് ഇവിടെ കുത്തിയത് ഞരമ്പുമ്മ. എന്നിട്ട് ഇത്ര വരെ ചോര ഇങ്ങനെ. അപ്പൊ അത് കാരണം ആ ഒരു പേടി നിൽക്കുന്നുണ്ട് ഇതിനെ പെട്ടെന്ന് പിടിക്കാനായിട്ട് വഴുക്കണ കാരണം. നോക്കിയേ ഷാട്ടൻ മറ്റേ നെറ്റില് കയ്യിൽ പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കണ്ടോ, ഞാൻ ഒരെണ്ണത്തിനെ വാലുമ്പ പിടിച്ച് കാട്ടി തരാട്ടാ. വലുപ്പം കണ്ടോ, നല്ല വലുപ്പമുള്ളതാണ്. എൻ്റെ കൈപ്പത്തിയേക്ക് കണ്ടാ, കൈപ്പത്തി കാണില്ല ഇതിൻ്റെ പിന്നിൽ വെച്ച് കഴിഞ്ഞാൽ. അത്രയും വീതി ഉണ്ടിട്ട് നമ്മുടെ മീൻ. നോക്കിയതില് എന്താ കൂടുതൽ നേരം നമ്മൾ പിടിക്കണില്ല, അവർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പം നമ്മുടെ ടാങ്ക് വൃത്തിയാക്കൽ കഴിഞ്ഞു കേട്ടാ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മൾ മോട്ടർ അടിക്കും, ഇങ്ങനെ വെള്ളം വിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ വെള്ളം പോയി പോയി നല്ല തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് മീനെ ഏതാണ്ട് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടാ. ഇനിയിപ്പോൾ സൈഡ് കയറുകയാണ്. എന്താണ് എന്താ എൻ്റെ കോഴിമക്കളൊക്കെ ഇങ്ങനെ നിൽക്കണേ? വിശക്കണുണ്ടോ? കാലത്ത് കുറച്ച് ചോളാൽ നിന്നിട്ട് കൊടുത്തിട്ടുള്ളൂ അവർക്ക്. ഇനി അവർക്ക് തവിട് നനച്ചു കൊടുക്കണം, കൂട് കഴുകണം. കൂട് കഴിക്കിട്ടാണ് നമ്മൾ തവിടൊക്കെ അവർക്ക് നനച്ചു കൊടുക്കുക. അപ്പോൾ അവർ കാത്തു കെട്ടി നിൽക്കുക. ഇവിടെ എന്തൊക്കെ ചെയ്യല്ലേ, നല്ല ക്ഷമയുണ്ടിട്ട് നമ്മുടെ കോഴികൾക്കൊക്കെ. എല്ലാവരും ഇവിടെ നിൽക്കട്ടെ, ഇപ്പോൾ കൊണ്ടുവരാട്ടെ. ആക്കിത്തരാം. എന്താ കുട്ടിപ്പട്ടാളങ്ങൾ ഇറങ്ങിയല്ലോ. നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ നമ്മൾ അങ്ങനെ കാണിക്കാറില്ല. അത് കാരണം എല്ലാവരും ചോദിക്കും എന്താ മീൻ പിടിക്കുന്നത് കാണിക്കാത്ത, എന്താ ടാങ്കിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരും, അതൊക്കെ ചോദിക്കാറുണ്ട്. ഒരു 16 അടി നീളമുണ്ട്, ഒരു 10 അടി വീതി, 5 അടി ഹൈറ്റ് ഉണ്ട്. അത്രയും ഈ ടാങ്ക് വലിപ്പമുള്ളത്. അപ്പോൾ അതിൻ്റെ വെള്ളം തോരം കൊള്ളുമെന്നൊന്നും അറിയില്ല. നമ്മൾ 2-3 മണിക്കൂർ മോട്ടർ അടിക്കേണ്ടതില്ല, നല്ല നിറയുള്ളത്. അത് മാത്രല്ല, ഇപ്പൊ നമ്മുടെ ഈ ടാങ്ക് പണിതിട്ട് ഇപ്പോ 6-7 കൊല്ലായി. അച്ചള്ളപ്പില്ലേ 7 കൊല്ലം. അച്ചള്ളപ്പില്ല. അച്ചള്ളപ്പ പണിത ടാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിൽ ഒരു ടാങ്ക്. അത് പിന്നെ ഒരു 15 വർഷമായിട്ടുണ്ട്. അതിൽ ഇങ്ങനത്തെ മീനുകളല്ല, നല്ല വലിപ്പമുള്ള ഫാൻസി മീനുകളൊക്കെയാണ്. അത് നല്ല നല്ല വലിപ്പമുള്ള മീനൊക്കെ കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം, വേറൊരു ദിവസം കാട്ടിത്തരാം. ഇത് നമ്മളന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ പണന്ത് ഫസ്റ്റ് തന്നെ മീനിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അടിക്ക് നല്ല വാർത്തുണ്ട് കേട്ടോ. അടി വെള്ളമൊന്നും ചോരേ ഇല്ല. ഇത്ര നാളായിട്ട് ഒരു കംപ്ലൈന്റും ഇല്ല, ഒന്നുമില്ല. പിന്നെ അത് മാത്രല്ല, ഇതിൽ ഏറ്റവും പ്രത്യേകത എന്താണെന്നറിയോ, നമുക്ക് ദിവസം നമ്മുടെ പറമ്പിലേക്കുള്ള വെള്ളം നമുക്ക് തുറന്നിടാൻ പറ്റും. നമ്മുടെ പറമ്പിലേക്ക് ഇങ്ങനെ പോകും, എല്ലാ ദിവസവും കുറച്ച് നേരം തുറന്നിടും. ആ ഫസ്റ്റ് തുറന്നിടുമ്പോൾ തന്നെ അറിയാം, നല്ല കുറു പോലത്തെ വെള്ളമായിരിക്കും ആദ്യം പോവാ. അപ്പം അങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ടാങ്ക് പണിയുമ്പോൾ നമുക്ക് അങ്ങനെയും കുറച്ച് ഗുണങ്ങളുള്ള പോലെ തോന്നിയിട്ടുണ്ട്. മറ്റേ കുഴി കുത്തുമ്പോൾ നമ്മൾ മോട്ടർ അടിക്കുക, അങ്ങനെ കുറെ അങ്ങനത്തെ സൗകര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പൊക്കോളൂ. എപ്പോഴും ഇങ്ങനെ മാറ്റാനൊക്കെ സുഖമില്ല വെള്ളം. ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടാവശ്യത്തിന് മാത്രമല്ല, അത്യാവശ്യം നമുക്ക് പുറത്തേക്ക് കൊടുക്കണമെങ്കിലും അങ്ങനെയുള്ളവർക്കും ഇതേപോലെ ഒരു ടാങ്ക് പണിത് കഴിഞ്ഞാൽ അത്യാവശ്യം പുറത്തേക്ക് ഇപ്പോൾ അങ്ങനെയും ചെയ്യാം. മതി കിടക്കാണ്ട്. അപ്പൊ കുട്ടികൾ അപ്പുറത്ത് വളരുന്നു,
ഇവിടെ വലിയ മീനുകൾ വളരുക. അങ്ങനെ അങ്ങനെ നമുക്ക് അത്യാവശ്യം പുറത്തേക്ക് കൊടുക്കണമെങ്കിലും ഇത്രയും പോകുന്നൊരു ടാങ്ക് ഉണ്ടായാലും പുറത്തേക്ക് മീൻ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ വീട്ടാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസം പിടിച്ച് കറി വെച്ചാലും കഴിയേയില്ല. അതേപോലെ ഇങ്ങനെ മീൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് അത് നമുക്കറിയാൻ പറ്റും. ഞങ്ങള് ടാങ്ക് പറമ്പിലേക്ക് മോട്ടർ വിടുമ്പോൾ ലേശമായിട്ടാ ചെറിയ മീനുകളൊക്കെ അപ്പൊ ഞങ്ങൾ ചെറിയ നെറ്റ് പോലെ ഇങ്ങനെ വെക്കും, അതിലിങ്ങനെ തടഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട്, വെള്ളം മാത്രം പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കത് അറിയാൻ പറ്റും പാറ്റുന്ന ടൈം സമയത്ത് പാറ്റാറ്. നമ്മൾ ഒരു വട്ടം ആദ്യം ഇതേപോലെ പണ്ട് പിടിച്ചപ്പോൾ ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ അല്ലെ, കസിൻസ് ആരെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അവർക്കൊരു ഇഷ്ടം തോന്നുമല്ലോ നമ്മുടെ വീട്ടിൽ മീൻ കഴിക്കണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു വട്ടം പിടിച്ചപ്പോൾ ആ ടൈമിൽ പരിഞ്ഞിലുള്ള ടൈമിലുണ്ട്. നമ്മൾ പറഞ്ഞു അയ്യോ ഇനി ഈ സമയത്ത് പിടിക്കേണ്ടതാണ്. അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇന്ന സമയത്ത് പാറ്റ അത്രയൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടാ. പക്ഷെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. തുറന്നു വിട്ട് ക്ലിയർ ആയി നല്ല വെള്ളം പുതിയത് അടിച്ചു കഴിയുമ്പോൾ നന്നായി തെളിഞ്ഞ് കാണാൻ പറ്റും നമുക്ക്. ശരിക്കും കാണാൻ പറ്റും. നല്ല വെയിലുണ്ടെങ്കിൽ നല്ല രസമായിട്ട് കാണാൻ പറ്റും. നമുക്കൊരു രസം നേരം പോക്ക്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അത് ഒക്കെ ഒരു ഇഷ്ടത്തിനാണ്. ഇപ്പൊ കോഴി, മീന്, നമ്മളിപ്പോ പ്രതീക്ഷിക്കാത്ത നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ, ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നത് നമ്മളൊരു ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നേരെ മറിച്ച് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ ആള് ഒന്നും കൂടി ഇല്ലേ ചെക്കൻ റൊണാൾഡോ ആട്ടോ. റൊണാൾഡോ ഗുണ്ടപ്പൻ ഇവനാണ് ഇവിടെ ഇത്തിരി ദാതകൂട്ടനായിട്ട് വളർന്നു വരാൻ പോണ ആള് 14 കിലോനായി. ഇവിടെ ദേഷ്യം വരും ഉണ്ടല്ലോ. ഞങ്ങള് റൊണാൾഡോ വന്നിട്ട് ചീത്തെന്ന് പറയാൻ പാടില്ല. റൊണാൾഡോ മോനെ എന്ന് വിളിച്ചാൽ മാത്രം ആൾ എന്നാ ശരി എന്നുള്ള രീതിയിൽ അത് നമുക്ക് പ്രത്യേകത അറിയാം. അവൻ്റെ മുഖം ശരി പറഞ്ഞ കാരണം. നേരെ മറിച്ച് നമ്മൾ ദേഷ്യപ്പെട്ട ഇങ്ങോട്ട് പൂണ്ടിരിക്കും. അങ്ങനെ ഒരു കുട്ടി സ്വഭാവമൊക്കെ ഉണ്ട്. ഒക്കെ ശരിയായി വരുന്നുണ്ട് അല്ലേടാ. ആ അപ്പം നമ്മുടെ ടാങ്കിൽ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ മീനെ ശരിക്കും കാട്ടിയതായിട്ട് ഒക്കെ തെളിഞ്ഞ് മുകളിൽ വന്ന് നിൽക്കും. ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഇങ്ങനെ ഇരിക്കാൻ. അതിപ്പോ ഇവനെടുത്തുല്ലോ ദേക്കിയ അവിടെ ഒരാൾ കിടന്നു. എല്ലാവരും നോക്കുന്നുണ്ട. ഈ നോട്ടം എന്തിനാണെന്നറിയും. ഇനി അവരെല്ലാവരും ഞങ്ങൾ എടുക്കണം. ഒരാൾ എടുത്തു കഴിഞ്ഞാൽ ഒരാൾ മാത്രമല്ല എല്ലാവരും എടുത്തിരിക്കണം. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അത് കാരണമാണ് നമ്മൾ പറയാറ് ഇങ്ങോട്ട് ഇറങ്ങി ഇവരടുത്തേക്ക് വന്നത് നമ്മുടെ സമയം പോകണത് അറിയില്ല. വെല്ലതിന് പെട്ടെന്ന് ഒരാൾ വന്ന് എടുത്തു എന്ന് വെച്ചാൽ പെട്ടു. നല്ല വെയിറ്റ് കൊണ്ട് ഇവരേ ഓരോരുത്തരും എടുത്ത് വെക്കണം. അത് വെറുതെ എടുത്ത് വെച്ചാൽ പോരാ, കുറച്ചു നേരം എടുത്തിരുന്ന് കൊഞ്ചിച്ചിട്ടൊക്കെ വേണം. ആളെ ആസ്വദിച്ചിരിക്കുക. ഞാൻ അവരേക്ക് എടുക്കട്ടെ അപ്പൊ പോയിട്ട് കേട്ടാ. നമ്മൾ നോക്കിയേ ടാങ്കിൽ കഴുകി വൃത്തിയാക്കി നിറച്ച് വെള്ളം നിറച്ചിട്ട് ഇപ്പൊ നോക്കിയ മീനുകളെ നമുക്ക് നന്നായിട്ട് കാണാം കേട്ടാ. ആ വെള്ളത്തിന്റെ ഒരു ഇനക്കുള്ളതിൽ ഒരു കുഴപ്പമുണ്ടാവുള്ളൂ. അല്ല നന്നായി കാണാൻ പറ്റും. ഇപ്പൊ എല്ലാരും മോളിൽ കൂടെ അങ്ങനെ നടക്കണേ. പിലോപ്പികളാണ് ഏറ്റവും മുകളിൽ കൂടുതൽ വരുന്നേട്ടാ. വാളകൾ കുറവാണ് വരുന്നത്. വാളകളൊക്കെ ഇതേ നമുക്ക് പകുതിയിൽ അതിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. പകുതിയിൽ പോണതാണ് അങ്ങനെ. ഞാൻ ഇവർക്ക് തീറ്റ കൂടി ഇട്ട് കൊടുക്കാട്ടെ. അവർക്കുള്ള തീറ്റ കൂടി എടുത്തിട്ട് വരട്ടെ. ബോൾട്ടുമോ ഞാൻ മീമിക്ക് തീറ്റിട്ട് കൊടുക്കാൻ പോണേ. നിങ്ങൾക്ക് മീനെ കാണണോ? പട്ടാളങ്ങൾ വരാണേ. ഇപ്പൊ എല്ലാവരും മുകളിൽ വന്നിട്ട് തിന്നാൻ വേണ്ടിയിട്ട്. എന്റെ കാണണോ? നിങ്ങൾക്ക് കാണണോ? അയ്യോ സങ്കടം പറയുന്നുണ്ട് ഇവിടെ ചോട്ടിൽ നിന്നിട്ട് ഇപ്പൊ കുട്ടിപ്പട്ടാളങ്ങള്. അപ്പൊ നമ്മുടെ മീൻ ടാങ്കിന്റെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളു കേട്ടാ. അപ്പൊ ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എന്തുണ്ടാ വന്നിട്ടില്ലേ ബോൾട്ട്. ബോൾട്ട് ഏതായാലും ബോൾട്ട് കുറേ നേരം ഇത് എന്താണെന്ന് അന്വേഷിക്കുന്നു. കണ്ടോ ബോൾട്ട്? വെള്ളത്തിൽ എന്താന്ന് കാണാണ്ട ബോൾട്ടിന്? മീമി പോണ കണ്ടില്ലടാ. ആ നോക്കണില്ലേ ഉള്ളിലേക്ക്? ഇതേ ഉള്ളിൽ നോക്കിക്കട്ടെ മീമി പോണത് കണ്ടോ? മീമി പോണേ എവിടെ? അവനൊന്നും അറിയണില്ല. അവൻ നോക്കണം കൂടി ഇല്ല. അവനറിയണേ ഇല്ല. ആ
മാമുണ്ട് കഴിഞ്ഞില്ലേ വായോ ഇനി കൂട്ടി പോവാ വാ റൊണാൾഡോ മർഡോണ പ്ലാറ്റ്നി കല്യാണി മെസ്സി ഉസൈൻ ബോൾട്ട് വാ എല്ലാവരും വാ കല്യാണി കുട്ടി മടി കുട്ടി ഓടി വാടി പാറു കല്യാണിക്ക് എന്ത് മടിയാ റൊണാൾഡോ മർഡോണ ഓടി വാ ബോൾട്ട് വാ എല്ലാവരും വാ വേഗം കൂട്ടിയ വാ ഓടി വാ കൂട്ടി കയറി വാ ഓടിയോ കയറ് എല്ലാവരും കയറി വാ ബോൾട്ട് മറഡോണ എന്നിട്ട് ആലോചിക്കണേ ഓടി വാ റൊണാൾഡോ കയറ് ബോൾട്ട് കയറാൻ പറ്റുന്നില്ല പൊന്നു വയറ് നിറഞ്ഞപ്പോൾ ഓടി വാ റൊണാൾഡോ എന്താ ആലോചിക്കണേ വാ ഇവിടെ വായോ പൊന്നു ഇവിടെ ഗുണ്ടപ്പന്മാൻ വയ്യ എൻ്റെ പൊന്നിന് പൊണ്ടണില്ലാണോ അങ്ങോട്ട് വരാനായിട്ട് വാടാ അച്ഛനോ പൊന്നിന് വയറ് നിറഞ്ഞ് കഴിഞ്ഞാൽ ശരീരം അങ്ങോട്ട് പൊന്തില്ല വാടാ ഇവിടെ പൊന്നു വാടാ അങ്ങനെ എല്ലാം നല്ല കുട്ടികളായിട്ട് കിടന്നോട്ടാ ഗുഡ് നൈറ്റ് മറന്നോണ്ടാ ഇനി നാളെ ഗുഡ് നൈറ്റ് ഞാൻ ഇനി എത്ര പണി കഴിയണം അമ്മയുടെ കുട്ടികൾ കിടന്ന സ്ഥലമൊക്കെ വൃത്തിയാക്കിയിട്ട് വേണ്ട ഇനി എനിക്ക് കിടക്കണമെങ്കിൽ ഗുഡ് നൈറ്റ് എല്ലാവരും ഉറങ്ങി നോക്കൂ കേട്ടോ കുട്ടിപ്പട്ടാണങ്ങളെ കൂട്ടി കയറ്റി കഴിഞ്ഞാൽ നമ്മളിവിടെ ആകെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചൊക്കെ വാരി കഴുകി വൃത്തിയാക്കി ഇടും കേട്ടോ നാളികേരൊക്കെ നാളെയിൽ അവർക്ക് കടിക്കാനുള്ളതാ പിന്നെ നമ്മൾ ഡെറ്റോള് ഒന്ന് വെള്ളത്തിൽ കലക്കി അതൊക്കെ ഒന്ന് നന്നായിട്ട് തെളിച്ച് കൊടുക്കുകയും ചെയ്യും കേട്ടോ ഈ ഭാഗത്ത് അപ്പം അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ ഇവരുടെ വൃത്തിയാക്കൽ കഴിഞ്ഞു കേട്ടോ ഇനി നാളെ എന്താ പറയുക കാലത്ത് അയച്ചു വിടുന്ന സമയത്ത് ഇതേപോലെ ഇരിക്കും പക്ഷെ രാത്രി ആകുമ്പോഴേക്കും ഇന്ന് കാട്ടിയാലോ അതേപോലെ ആക്കിയിട്ടുണ്ടാവും അവർ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് രാത്രി 11:30 ഇനി വീണ്ടും ഒരു കുളി അങ്ങനെയായിട്ട് പോകും നമ്മൾ